നമ്മളെ മണ്ഡലത്തിലെ ഒരാൾക്ക് നമ്മളിപ്പോൾ മത്സരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്, നിങ്ങളുടെ എല്ലാ സുഖദുഃഖങ്ങളിലും ഏത് സന്ദർഭത്തിലും MLA എന്ന നിലയിൽ നിങ്ങൾക്ക് ഞാൻ ലഭ്യമാവും. ആ പറഞ്ഞൊരു വാചകം നമ്മൾ അന്ന് വോട്ട് ചോദിക്കുമ്പോൾ ജനങ്ങളോട് പറഞ്ഞല്ലോ. അപ്പം മണ്ഡലത്തിൽ ഒരാൾ മരിക്കുമ്പോൾ ഞാനതിനെ കാണുന്നത് എൻ്റെ ഒരു കുടുംബമായിട്ടാണ് മണ്ഡലത്തിലെ ജനങ്ങളെ ഞാൻ കാണുന്നത്. അവിടെ വീട്ടിൽ പോയി അവരെ ആശ്വസിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസരം, അല്ല അവിടെ ഒരു കല്യാണം ഉണ്ടാകുമ്പോൾ ആ കല്യാണത്തിൽ പങ്കെടുത്ത് അവരെ സന്തോഷത്തിൽ പങ്കുചേരുക എന്നത് എൻ്റെ ഇവിടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. എനിക്ക് വേറെ അർത്ഥത്തിൽ അത് ഇതുവരെ തോന്നിയിട്ടില്ല. മാത്രമല്ല ഞാൻ എന്നാൽ പിന്നെ വോട്ട് കണ്ണു വെച്ചിട്ട് എന്നാൽ പിന്നെ മരിച്ചെടുത്ത് പോകാൻ അങ്ങനെ ഒന്നുമല്ല. തുടക്കം മുതൽ ആരംഭിച്ചതാണ് ഞാൻ. ഈ കല്യാണമൊക്കെ വിളിക്കുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളും വിളിക്കാറുണ്ടോ കല്യാണം? എല്ലാവരും വിളിക്കാറുണ്ട്. അതിന് രാഷ്ട്രീയ വ്യത്യാസമൊന്നും അഴീക്കോട് മണ്ഡലത്തിൽ അതാ ഞാൻ പറഞ്ഞത്. എന്നെ കൂടുതലായിട്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും കല്യാണം വിളിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട്. അപ്പം അത് അവർ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഇവിടെ ഉണ്ടെങ്കിൽ പോയിരിക്കും, ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ വന്നിട്ട് അവരുടെ വീട്ടിൽ പോവും. അത് എന്നെ ഒരാൾ വിളിച്ചാൽ നിർബന്ധമായി ഞാൻ ഉള്ള സമയത്ത് പോവും. ഇനി ഇല്ലെങ്കിൽ നിയമസഭയോ ഒക്കെ ആണെങ്കിൽ, ഞാൻ നിയമസഭയ്ക്കല്ലാതെ ഈ മണ്ഡലം വിട്ട് നിന്നിട്ടില്ല. ഞാൻ 5 വർഷക്കാലം നോക്കുമ്പോൾ എനിക്ക് ഈ നിയമസഭയിൽ പങ്കെടുക്കാനല്ലാതെ തിരുവനന്തപുരത്ത് മീറ്റിങ്ങിൽ പോകുന്നതല്ലാതെ അഴീക്കോട് മണ്ഡലത്തിൽ ഒരു ദിവസം പോലും ഞാൻ മാറി നിന്നിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഒരു ഗുണമുണ്ട്, പിന്നെ നമ്മുടെ മണ്ഡലത്തിന് വളരെ ചെറിയ പ്രദേശമാണ്, പോപ്പുലേഷൻ വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 20-25 മിനിറ്റ് കൊണ്ട് നമുക്ക് ഏത് സ്ഥലത്തും എത്തിപ്പെടാൻ പറ്റും. അതുകൊണ്ട് എന്നെ വിളിച്ചല്ലേ, എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ പരിഹസിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും ഞാനതിൽ വേറൊന്നും കാണുന്നില്ല. അത് ഇതിൻ്റെ ഭാഗമാണ് വെച്ചാൽ നമ്മൾ ജനപ്രതിയായിട്ട് നിൽക്കുമ്പോൾ വികസന കാര്യങ്ങൾ മാത്രം ചെയ്യാന്നുള്ളതല്ലല്ലോ. ആ പ്രദേശത്തെ ജനങ്ങൾ, ആ പ്രദേശത്തെ ആളുകൾ അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കുക എന്നത് ഒരു ഉത്തരവാദിത്തമാണ് രാഷ്ട്രീയ പ്രവർത്തകൻ്റെ, അല്ല ഒരു പൊതുപ്രവർത്തകൻ്റെ, ജനപ്രതിനിധിയുടെ ചുമതലയായിട്ടാണ് ഞാൻ കാണുന്നത്. ആ ചുമതല ഞാൻ നിർവഹിക്കുന്നുണ്ട്. അതിന് എന്ത് പേരിട്ട് വിളിച്ച് കളിയാക്കിയാലും എനിക്കതിൽ പ്രശ്നമില്ല.